ജാസ്മിനെ തൊട്ടാൽ, ജാസ്മിനോട് എന്തെങ്കിലും പറഞ്ഞാൽ ആ വാക്കുകൾ വന്ന് പതിക്കുന്നത് നമ്മുടെ ആരുടെ നെഞ്ചത്താണ്? ഗബ്രിയുടെ നെഞ്ചത്താണ്. തൊട്ടാൽ വേനിക്കുന്നത് ആർക്കാണ്? ഗബ്രിക്കാണ്. ആ ഒരു സിറ്റുവേഷനുകളിൽ പോയിക്കൊണ്ടിരുന്ന നാളിതുവരെയുള്ള ബിഗ് ബോസ് സീസൺ 6 ചരിത്രാതീതമായ ഒരു വലിയ മാറ്റം മാറ്റിപ്പിടിച്ചിരിക്കുകയാണ് നമ്മുടെ ഗബ്രി. കാരണം ഇത്രയും വലിയൊരു വൃത്തികെട്ട ആക്ട് നമ്മുടെ സിബിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ട് കുന്തം വിഴുങ്ങിയ മാതിരി ഇരുന്നു നമ്മുടെ ഗബ്രി. വായ് 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 ബ്രോ വായ്, എന്താണ് മിണ്ടാണ്ടിരുന്നത്? ഇത്രയും വലിയൊരു വൃത്തികേട്, താങ്കളുടെ നൻപത്തിയായ കപ്പല്ല, നീയാണ് മുഖ്യം, ഉപ്പില്ലാത്ത കഞ്ഞിയില്ല, ഐ ലവ് യു ബട്ട് നോ ദാറ്റ്സ് നോട്ട് റൊമാൻറ്റിക്, ഓരോ അതൊക്കെ മേലെ എന്നുള്ളതൊക്കെ സംഭവം പറഞ്ഞു. കഴിഞ്ഞ ദിവസം വരെ ജാസ്മിന് നേരെ പോകുന്ന ഓരോ അമ്പും ഇങ്ങോട്ട് വാമോനെന്ന് പറഞ്ഞ് മാപ്പിട്ട് പിടിച്ച് വാങ്ങിയിരുന്ന ഗബ്രിക്ക് ഇത് എന്ത് പറ്റി? സിബിനെ പേടിയാണോ? എന്ത് പറ്റി? അതോ സൈക്കോളജിസ്റ്റ് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ചരിത്രത്തിൽ നോട്ട് ചെയ്യപ്പെട്ട രീതിയിലുള്ളൊരു മാറ്റം ഇവർ ചെയ്യിപ്പിച്ചു എന്ന് പറയിക്കാൻ വേണ്ടിയിട്ട് രണ്ടും രണ്ട് വഴിക്ക് പോകുന്നതായിട്ട് അഭിനയിക്കുന്നതാണോ? നിങ്ങൾ എത്ര കറങ്ങിപ്പോയാലും അവസാനം ഭൂമി ഉരുണ്ടതാന്ന് കാണിച്ചു തരുന്നതാണ് എനിക്ക് തോന്നുന്നത്. അത് ഇനി മറ്റുള്ളവർ തെറ്റിദ്ധരിപ്പിക്കാനാണോ, അതോ പുതിയ സ്ട്രാറ്റജി ആണോ, അതോ വിക്ടിം കാർഡായിട്ട് ഇരിക്കാൻ പറ്റാത്തതുകൊണ്ടാണോ, എന്ത് തേങ്ങയാണോന്ന് എനിക്ക് മനസ്സിലായില്ല. അതോ സിബിൻ പറഞ്ഞോ, സിബിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ സ്റ്റാപ്ലർ അടിച്ച് അടുത്തിരിക്കും, അല്ലെങ്കിൽ ഗബ്രി അച്ചാറൊക്കെ ഉണ്ടാക്കും, അതുകൊണ്ടാണോ, അതോ എങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റും ഗബ്രി? വോട്ട് ആപ്പൻ ആക്ച്വലി ടെൽ മീ. സ്വന്തം ഫ്രണ്ടിനോട് ഇത്രയും വൃത്തികെട്ട് 12 മണിക്ക് ശേഷം ഇരുന്ന് മോങ്ങുകയും ആഫ്റ്റർ ദാറ്റ് ജാസ്മിന് വേണ്ടി എല്ലാം സംസാരിക്കുകയും ജാസ്മിൻ്റെ കംപ്ലീറ്റ് ചിലവ് എടുത്തോളം കാർഡ് തന്നാൽ മതി എന്ന് പറയുകയും അതേപോലെ കടിച്ചു പറിച്ച് ജാസ്മിൻ്റെ കയ്യിൽ മുഴുവനും ISO മുദ്ര കുത്തിവെപ്പിച്ചിരുന്നു. ഗബ്രിക്ക് എന്ത് പറ്റി? താങ്കൾ എന്താണ് മിണ്ടാണ്ടിരുന്നത്? മനസ്സിലായില്ല എനിക്ക്, അതിൻ്റെ ഒരു അർത്ഥം എനിക്ക് മനസ്സിലായില്ല. രണ്ട് വഴിക്ക് സിംഗിളായിട്ട് ഗെയിം കളിക്കാമെന്ന് വിചാരിച്ചു, സിംഗിളായിട്ട് ഗെയിം കളിക്കുന്ന മാതിരി ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാമെന്ന് വിചാരിച്ചു, അതോ സിബിനെ പേടിച്ചിട്ടാണോ, സ്റ്റാപ്ലർ പേടിച്ചിട്ടാണോ? എന്ത് പറ്റി രമണ്ണ? എന്താണ് അത്രയും വലിയൊരു വൃത്തികേട് കാണിച്ചിട്ട് ഗബ്രി മിണ്ടാണ്ടിരുന്നത്? അടുത്തന്നെ കാണാൻ പറ്റും എന്തുകൊണ്ടാണ് മിണ്ടാണ്ടിരുന്നത് എന്നുള്ളത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി തൻ്റെ മാസ്റ്റർ ഡയലോഗാണല്ലോ, ആണാണെങ്കിൽ കളിക്കട, ആണാണെങ്കിൽ പറയടാ, പിന്നെ മറ്റുള്ളവരുടെ അപ്പനെ വിളിക്കുക, അങ്ങനെ പല ആചാരങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. ഇപ്പം എന്ത് പറ്റി?